പ്രിയപ്പെട്ടവര്, എൻ്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കും. നമ്മൾ കുറെ എപ്പിസോഡുകളിലായി ചർച്ച ചെയ്യുന്ന വിഷയം ഈ ഒരു ജീവിതഭാരത്തെ കുറിച്ചാണ്. ഒരു 10-50 വയസ്സാകുമ്പോഴേക്കും ഒരാളുടെ തലയിൽ വന്നു ചേരുന്ന ജീവിതഭാരങ്ങൾ അത് അയാളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു, അയാളുടെ സന്തോഷം ഇല്ലാതാക്കുന്നു, അയാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇടയാവും. ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ കാരണം 10,000 കോടി രൂപ സ്വത്തുള്ള ഒരാള് ആത്മഹത്യ ചെയ്തു, തലയ്ക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. അതുപോലെ എന്റെ പരിചയത്തിലുള്ള ഒരാളും ട്രെയിനിൽ തലവെച്ച് ആത്മഹത്യ. എല്ലാം ഒരേ ദിവസം നടക്കും. എന്താണ് ഇതിന്റെ എല്ലാ കാരണം? അറിവുള്ളവരും ആത്മഹത്യ ചെയ്യുന്നു, തീരെ അറിവില്ലാത്തവരും ആത്മഹത്യ. സഹസ്ര കോടീശ്വരന്മാരെ ആത്മഹത്യ ചെയ്യുന്നു, ഊതിക്കുടിക്കാൻ കഞ്ഞിയില്ലാത്തവരും ആത്മഹത്യ. ഇതിന്റെ എല്ലാം ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അറിവുള്ളത് കൊണ്ടാണ്? അറിവില്ലാത്തതുകൊണ്ട്. കോടിക്കണക്കിന് സ്വത്തുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അറിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് പഠിക്കാത്തതുകൊണ്ട് മാത്രം അറിവില്ലാതിരിക്കണം എന്നുമില്ല. വലിയ വലിയ സ്ഥാപനങ്ങളിൽ, IIT-കളിൽ, അതേപോലെ വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എല്ലാം ഉന്നത റാങ്ക് കിട്ടിയ കുട്ടികൾ ആത്മഹത്യ. ഇവരെല്ലാം പറയുന്ന കാരണങ്ങളൊന്നാണ് കടുത്ത മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ ബാധ്യതകൾ, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ, ജയിലിൽ പോകേണ്ടി വരുമോ, ഞാൻ ചെയ്ത കള്ളത്തരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോണുകൾ എടുത്തുകൂട്ടി വലിയ വീടും വലിയ കാറും ഫർണിച്ചറുകളെല്ലാം വാങ്ങിക്കൂട്ടി യാത്രകളെല്ലാം വലിയ ബാധ്യതകൾ വരുത്തി വയ്ക്കുക. ഇതെല്ലാം അവസാനം കടുത്ത മാനസിക സംഘർഷത്തിനിടയായി എന്ത് ക്രൂരകൃത്യം ചെയ്യാൻ മടിക്കുന്നില്ല. സ്വന്തം കുടുംബാംഗങ്ങളെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ പറയും, എനിക്ക് പരിചയമുള്ള ആൾ പോയി ട്രെയിനിൽ തലവെച്ച് കിടന്നു, തല കട്ടായി. അതേസമയം തന്നെ ബാംഗ്ലൂർ കോടീശ്വരൻ തലയ്ക്ക് വെടിവെച്ച് മരിച്ചു. മഹാഭാരതത്തിൽ ഭീഷ്മർ പറയണു, നമ്മൾ ശരീരം കൊണ്ട് ഉപേക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ, അതിലൊന്ന് ആത്മഹത്യയാണ്. ഫസ്റ്റ് പറയുന്നത് ആത്മഹത്യ ഉപേക്ഷിക്കും. ഗീതയിലും ഭഗവാൻ പറയുന്നില്ല, സമം പശ്യം പറ്റി തുടങ്ങുന്ന ശ്ലോകത്തിൽ ആത്മഹത്യ ഉപേക്ഷിക്കണം എന്ന് പറയും. എന്നിട്ട് ആൾക്കാരെല്ലാം ഉപേക്ഷിക്കുന്നുണ്ടോ? ദിനം പ്രതി ആത്മഹത്യ. അറിവുള്ളവരെന്ന് പറയപ്പെടുന്നവരും വലിയ ബുദ്ധിജീവികളൊക്കെ ആത്മഹത്യ. നഷ്ടബോധം, ടെൻഷൻ. ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ അച്ഛന്റെ ശരീരത്തിൽ ബീജമായി, അമ്മയുടെ ശരീരത്തിൽ അണ്ടമായി. ആ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയില്, അല്ലെങ്കിൽ ഏതെങ്കിലും രാത്രിയില്, ഒരു അണ്ടവും ഒരു ബീജവും കൂടി ചേർന്നൊരു ജീവിക്ക് ജന്മമാവും. ആ ബീജം അണ്ടമായി ചേരുന്നതിന് മുന്നിൽ തന്നെ ആയിരക്കണക്കിന് കോടി ബീജങ്ങൾ ജീവനെ അർത്ഥിച്ചുകൊണ്ട് അണ്ടത്തിനടുത്തേക്ക് നിന്നുണ്ട്.
അതെല്ലാം 5-6 ദിവസം ഒരാൾക്ക് മാത്രമേ അതിൽ അണ്ടത്തിൽ കടന്നുകൂടാൻ കഴിയുള്ളൂ. ബാക്കി എല്ലാ ബീജവും അരമണിക്കൂറോ അല്ലെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകും. പുരുഷ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ബീജം കോടിക്കണക്കിന് ബീജങ്ങൾ, അതിൽ ഒരാൾ മാത്രമേ ഒരണ്ടത്തിൽ കയറുന്നു. ഈ ബീജവും അണ്ടവും രൂപപ്പെടുന്നത് എവിടുന്നാണ്? കഴിച്ച ആഹാരത്തിന്. കഴിച്ച ആഹാരമാണ് ബീജമായിട്ടും അണ്ടമായിട്ടും രൂപാന്തരപ്പെടുന്നത്, അല്ലേ? അത് ജനിച്ചു വീഴുമ്പോൾ തന്നെ 1 കിലോ അണ്ടവും മറ്റേ 1 കിലോ ബീജവുമായിട്ട് വരുന്നുണ്ട്? ഇല്ല. കഴിച്ച ആഹാരമാണ് രൂപപ്പെടുന്നത്. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവം. അത് ഭഗവാൻ ഗീതയിൽ അത് പറയുന്നത്. അന്നത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാകുന്നത്. അതിന് ഓരോ കാരണം. അന്നം അങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ മഴയിൽ നിന്നാണ്. ഓരോ അങ്ങനെ വിശകലനം ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അന്നാദ്ഭവന്തി ഭൂതാനി എന്ന ശ്ലോകം ഗീതയിൽ. ആ അന്നത്തിന് ഒരിക്കലും, ആ ആഹാരത്തിന് ഒരിക്കലും സ്വത്തോ മുതലോ അല്ലെങ്കിൽ ബന്ധുവോ ശത്രുവോ ഒന്നുമില്ല. അത് ബീജമായി രൂപപ്പെടുന്നു, അണ്ടമായി രൂപപ്പെടുന്നു. അത് രണ്ടും കൂടി ചേർന്ന് ഭൂമിയിൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ കിടന്ന് കരയാൻ തുടങ്ങും. കരച്ചിലോടെ കരച്ചിൽ. ജനിച്ചു വീണ മുതൽ എനിക്കതില്ല, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നിട്ട്. മഹാഭാരതത്തിൽ മനോഹരമായൊരു രംഗമുണ്ട്. യക്ഷനും ധർമ്മോത്തരനും തമ്മിലുള്ള സംവാദം. അതിൽ യക്ഷൻ ധർമ്മോത്തരോട് ചോദിക്കുന്നു, ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞു നിൽക്കുന്നു? അതിന് ഭഗവാൻ ധർമ്മോത്തര കൊടുത്ത മറുപടി അജ്ഞത എന്നാണ്. വിധിരുത് പറയുന്നുണ്ട്, ഈ ഭൂമി മുഴുവൻ, ഈ ഭൂലോകം മുഴുവൻ അജ്ഞത നിറഞ്ഞു നിൽക്കുന്നു. അജ്ഞത. ഈ ഭൂമി എന്ന് പറയുന്നത് അന്ധതാമിശ്രം എന്ന നരകമാണെന്ന് വിധിര് പറയും മഹാഭാരതത്തിൽ. ഇന്ന് നമ്മൾ പേപ്പറുകളിലും മാധ്യമങ്ങളും ചാനലുകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഡെയിലി നടക്കുന്ന ആത്മഹത്യകള്, കുടുംബാംഗങ്ങളെ കൊന്ന് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊല്ലുക സംശയത്തിന്റെ പേരില്, ഭർത്താവിന്റെ മേലില് മറ്റേ കഞ്ഞി തിളപ്പിച്ചൊഴിക്കുക, പൊടിയരി കഞ്ഞി തിളപ്പിച്ചിട്ട് ഭർത്താവ് ഉറങ്ങുവാൻ മേലെ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഭർത്താവിന് ജനനേന്ദ്രിയം ബ്ലേഡ് കൊണ്ട് കട്ടിച്ച് കളയുക, കട്ട് ചെയ്ത് കളയുക. എന്തൊക്കെ ചെയ്യുന്നു ആൾക്കാർ? ആത്മഹത്യ, എന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ചിലരെ കാമുകിയുടെ അടുത്ത് നമുക്ക് രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞ് രണ്ടുപേരും കൂടെ കയറ് കെട്ടും. അവസാനം കാമുകിയുടെ സ്റ്റൂളിന് തട്ടിയിട്ടിട്ട് അവരെ കൊല്ലുന്നു. എന്നിട്ട് ഇയാൾ പോയി മസാല ദോശയും കഴിച്ച് വേറെ നടക്കുന്നു. കപടതയോടെ. ചിലർ ശ്രീധരൻ പോരാൻ വേണ്ടി പീഡിപ്പിച്ച് അവസാനം അവർ ആത്മഹത്യ ചെയ്ത് അമ്മായി അച്ഛനും എല്ലാരും കൂടെ പോയി ജയിലിൽ പോയി കിടന്നു. ഇതെല്ലാം കാണുമ്പോ ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമാണ് കേരളത്തിൽ. വിദൂര ഭൂമി നരകം എന്ന് പറഞ്ഞു, അന്ധതാമിശ്രം എന്നറിയാം. ഇതെല്ലാം കൂടി ചേർന്ന് ഇവിടെ വന്ന് കൂടിയെന്ന് തോന്നുന്നു കേരളത്തിൽ. ഭ്രാന്താലയവും നരകവും എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? നമ്മൾ സമ്പത്ത് അനന്തര തലമുറയ്ക്ക് ഒരിക്കലും സമ്പാദിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. അവർക്ക് അറിവ് കൊടുക്കുക. ജീവിതത്തിൽ വിജയവും പരാജയവും ലാഭവും നഷ്ടവും മാനവും അപമാനവും ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം പഠിപ്പിച്ചു കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക. സമശത്രൗജമിത്രേജ തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത. ഭഗവത്ഗീതയിൽ പറയുന്നു. ശത്രുവിനെയും മിത്രത്തെയും ലാഭത്തെയും നഷ്ടത്തെയും മാനത്തിനെയും അപമാനത്തെയും
തുല്യനിലയിൽ കാണാം. ഹിമാലയ പർവ്വതം പോലെ അനങ്ങാതെ ഇങ്ങനെ നോക്കി കാണാം. കുട്ടികൾ അനങ്ങില്ല. ഇന്ന് ആൾക്കാരെ സമ്പാദിച്ചു വെച്ച അവസാനം കുട്ടികളൊക്കെ നോക്കൂ, മദ്യത്തിന് അടിമയായി, മയക്കുമരുന്നിന് അടിമയായി. എന്തൊക്കെ നടക്കുന്നു ഇവിടെ അല്ലേ? വലിയ സ്ഥാപനങ്ങളിലടക്കം പഠിച്ച കുട്ടികളടക്കം അച്ഛനും അമ്മയും അറിയുന്നില്ല. അവർക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കുന്നു. മാത്സ് ട്യൂഷൻ, ഡാൻസ് ട്യൂഷൻ, പാട്ട്, വീണ, ഗിറ്റാർ, അബാക്കസ്, വേദിക് മാത്തമാറ്റിക്സ്, റൂബിസ് ക്യൂബ്, എന്തൊക്കെയോ പ്രാന്ത് തലയിൽ കേട്ടു. കുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതാണ്. എതിർച്ചലാപ സന്തുഷ്ടോ ദ്വന്ദ്വാതീതി വിമത്സര. ആരെടുത്തും മത്സരിക്കേണ്ട ആവശ്യമില്ല. ലാഭം, നഷ്ടം, മാന, അപമാനം, നിന്ദ, സ്തുതി, ഇതെല്ലാം ഒന്നായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. വലിയൊരു മനസ്സിലാക്കണം. ഈശ്വര വിശ്വാസം വളർത്തിയെടുക്കണം. അത് ഈശ്വരന് വേണ്ടിയിട്ടല്ല. ഈശ്വരന് നമ്മളെ വിശ്വാസമായിട്ട് ഒരു ബന്ധമില്ല. ശക്തമാക്കാൻ വേണ്ടി, മനസ്സിനെ ശക്തമാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാരം ഇതേപോലെ തലയിൽ എടുത്തു വെച്ച് വർദ്ധിച്ച ടെൻഷൻ അടിച്ച് ഹാർട്ട് അറ്റാക്കിന്റെയോ സ്ട്രോക്കിന്റെയോ പേഷ്യന്റായി, അല്ലെങ്കിൽ ക്യാൻസറിന്റെ പേഷ്യന്റായി മരിക്കേണ്ട ആവശ്യമില്ല. ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അനന്തര തലമുറയ്ക്ക് വലിയ വീടും വലിയ കാറും കോടിക്കണക്കിന് ഒരു ഡെപ്പോസിറ്റ് ഇല്ലാണ്ടായി കൊടുക്കുന്നുണ്ട്. ശക്തമായൊരു മനസ്സ്, ശക്തമായ അറിവ്, എല്ലാം കൊണ്ട് അവർ പവർഫുൾ ആക്കി മാറ്റുകയുണ്ട്. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കുക, ആരോഗ്യമുള്ള ഒരു മനസ്സ്, ആരോഗ്യമുള്ള ബുദ്ധി, അതേപോലെ വൈകാരികമായ പക്വത, എല്ലാം നമ്മളും പഠിക്കണം, കുട്ടികൾക്കും പഠിപ്പിച്ചു. അറിവ് ആർജിക്കണം. അറിവ് ആർജിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം തൃണം ത്രിഭുവനം രാമ. ഭഗവാന്റെ വസിഷ്ഠൻ രാമനെ ഉപദേശിക്കുന്നുണ്ട്. ഈ ലോകം, 3 ലോകം പുല്ലാണ് പറയുന്നത്. ഈ കൊട്ടാരങ്ങളും മണിമേടകളും വാഹനങ്ങളും വലിയ ബെൻസ് കാറും റോൾസ് റോയ്സ് കാറും എല്ലാം പുല്ലാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ മരിച്ച ആള്, ആ വെടിവെച്ച് മരിച്ച ആൾക്ക് 13 റോൾസ് റോയ്സ് കാറുണ്ട്. എല്ലാം പുല്ലായി തോന്നും. എല്ലാ കാര്യങ്ങളും സമശക്തിയോടെ നേടാൻ സാധിക്കും. ജയിലിൽ പോയി കിടക്കണം, ജയിലിൽ പോയി കിടക്കണം. അല്ലെങ്കിൽ പൈസ അടയ്ക്കാണ്ട് പൈസ അടയ്ക്കണം, മുഴുവൻ പോട്ടെ. അതെല്ലാം ധൈര്യത്തോടെ നേരിടാൻ സാധിക്കും. അവിടെ നമ്മൾ കോടീശ്വരനാവുണ്ട്. നമ്മൾ ഏത് സ്ഥിതിയിലാണെങ്കിലും അത് ഭഗവാന്റെ നിശ്ചയമാണെന്ന് കണ്ട് ആ സ്ഥിതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുക. ഈശ്വര സർവഭൂതാനാം ഹൃദയശാർജിന തഷ്ടിതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ ഭഗവാന്റെ ഗതി പറയുന്നു. എല്ലാ ജീവികളും യന്ത്രത്തിലേറ്റപ്പെട്ട പാവയെ പോലെ കറക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു. എല്ലാറ്റിനും ഭഗവാനാണ് ഉത്തരവാദി, നമ്മൾ ഉത്തരവാദിയല്ല. ആ എല്ലാ ഉത്തരവാദിത്വങ്ങളും, ആ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ തലയിൽ വെച്ചു കൊടുത്ത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക. ഒരു സാക്ഷി ഭാവത്തിൽ, വിശ്വസാക്ഷി സുഖീഭാവം. സിനിമ കാണുമ്പോൾ എല്ലാ രംഗങ്ങളിലൂടെയും മുന്നോട്ട് പോവുക. ആത്മഹത്യ ഒഴിവാക്കണം, കൊലപാതകം ഒഴിവാക്കണം, അതേപോലെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കണം. മദ്യം, മയക്കുമരുന്ന്, നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാണ്. മറ്റുള്ളവർ നമുക്ക് ആശ്രയമായിട്ട് സ്ഥിതി വരുത്തരുത്. മറ്റുള്ളവർക്ക് തെറ്റായ മാതൃക ആത്മഹത്യ ചെയ്ത് കാണിച്ചു കൊടുക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എൻ്റെ പരിചയമുള്ള ആൾ മരിച്ചു പറഞ്ഞു. അയാൾക്ക് 2 പെൺകുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാരെയും മാതൃകയാക്കുക? ഈ അച്ഛനെയാണോ മാതൃകയാക്കേണ്ടത്? അല്ലെങ്കിൽ മരിച്ചു ആത്മഹത്യ ചെയ്തു പോകുന്നവര് മക്കള് ആരെയും മാതൃകയാക്കേണ്ടത്? നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദ്ദേവേതരോ ജനഃ. ഭഗവാൻ ഗീതി പറയുന്നതാണ്. നമ്മൾ നമ്മൾക്ക് മാതൃകയാവും, മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം. സ്വന്തം മക്കൾക്ക് അച്ഛനും അമ്മയാണ് ശ്രേഷ്ഠന്മാര്. ആ അച്ഛനും അമ്മയും തെറ്റായ മാതൃക ഒരിക്കലും കാണിച്ചു കൊടുക്കരുത്, സമൂഹത്തിന് കാണിച്ചു കൊടുക്കരുത്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദ്ദേവേതരോ ജനഃ. നമ്മൾ നമ്മൾക്ക് മാതൃകയാവും. അതുകൊണ്ട് അറിവാർജിച്ച് ഇതേപോലുള്ള മണ്ടത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്.